ഇന്ന് വന്നിട്ട് മൈസൂർ പാലസിലെ കാഴ്ചകളാണ് കാണുന്നത് എല്ലാവരും. എന്നിട്ട് കർണാടക സ്റ്റേറ്റിലെ മൈസൂരിലാണ് ഈ പാലസ് ഉള്ളത്. എല്ലാവരും അധികം പേര് പോയിട്ടുണ്ടാകും, ചില പേരുകൾ പോയിട്ടുണ്ടാവില്ല അവിടേക്ക്. പിന്നെ ഗുഡല്ലൂർ ആ ഭാഗത്തുനിന്ന്, വയനാട് ആ ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെയാണ് ഇവിടെ അധികമായിട്ടുള്ളത്. കാരണം അതിൻ്റെ ബോർഡറാണ്, കേരള കർണാടക ബോർഡറാണ് ഗുഡല്ലൂർ. അതുപോലെ തമിഴ്നാട് ഡിസ്ട്രിക്റ്റാണ് ഗുഡല്ലൂർ. അവിടുന്ന് ഇങ്ങോട്ട് മൈസൂരിലേക്ക് വരുന്നത് ബസ് വഴി വരാം, വണ്ടി വഴി വരാം. ഇപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്, എന്നാലും വന്ന് ഈ ഒരു കാഴ്ച കാണുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ മനോഹരമായ ഒരു പാലസാണ് കെട്ടിവെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ എൻട്രിയിൽ തന്നെ നമുക്ക് കൗണ്ടറുണ്ട്, ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ വന്നിട്ട് ടിക്കറ്റ്, കുട്ടികൾക്ക് ഒരു ടിക്കറ്റ്, അതുപോലെ വലിയ ആളുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ, അങ്ങനെ ചെറിയ മാറ്റമുണ്ട് ടിക്കറ്റിന്. ടിക്കറ്റ് എടുത്ത് നമ്മളെ ഷൂ, ചെപ്പൽ ഒക്കെ വന്നിട്ട് പുറത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കെട്ടി കവറിൽ വെച്ച് ബാഗിൽ നമുക്ക് കൊണ്ടുപോകാം, ഉള്ളിലേക്ക് ഇട്ട് പോരുത്. കൗണ്ടറിൽ നിന്ന് എടുത്ത് ഒരുപാട് ആളുകളുണ്ട് ഈ ഭാഗത്ത് കൂടെ ഒക്കെ വന്നിട്ട്. വിദേശികളാണ് അധികം. അവർ വന്നിട്ട് അടിക്കടി ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ വന്ന ഒരുപാട് ടീംസുകളുണ്ട് ഇവിടേക്ക്. കണ്ടാൽ, പാലസ് കണ്ടാൽ ശരിക്കും അത്ഭുതം തന്നെ. അതിൻ്റെ പണി കഴിച്ച രൂപവും അതിൻ്റെ കല്ലുകൊണ്ടും പില്ലറുകളും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഇത്ര ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ എത്ര വർക്കേഴ്സ് ഉണ്ടാകും, എന്ത് ഉപകരണം ഉപയോഗിച്ചതെന്ന് ഡെഫിനറ്റ്ലി നമുക്കൊന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് തന്നെ ഇത് പണി കഴിച്ചിട്ടുണ്ട്. ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിൽ പോലും ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൽ നിന്ന് നടന്ന് തീരില്ല ഒരു ഭാഗത്തു നിന്ന് പോകാൻ. അത്രയ്ക്ക് ലോങ് തന്നെയാണ്. ഇവിടുന്ന് മറ്റോരോ സ്ഥലത്ത് കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ പ്രതിമകൾ, ആനൻ്റെ തല ഒക്കെ വെച്ചുള്ള പ്രതിമകൾ, മഹാരാജാവിൻ്റെ ഒരു പ്രതിമ ഉണ്ട് തലയിലിരിക്കുന്നത്. കറക്റ്റ് റിയൽ പോലെ തന്നെ കണ്ടാൽ പെട്ടെന്ന് ഒരു ടേണിങ്ങിലാണ് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ആ വിഷ്വൽ കാണുമ്പോൾ ഡെഫിനറ്റായിട്ട് എല്ലാവരും ഒന്ന് ഒറിജിനലാണോ എന്ന് സംശയിക്കും. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ആ ഒരു പ്രതിമ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ളിലത്തെ ഓരോ മിസൈലുകൾ, ഗണ്ണ്, വാള്, അങ്ങനത്തെ ഓരോ കാഴ്ചകളാണ് ഓരോ ഭാഗത്തുള്ളത്. മൊബൈൽ ഫോണ് ഫസ്റ്റൊന്നും അലൗഡ് ആയിരുന്നില്ല, ഇപ്പോൾ അലൗഡാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, വീഡിയോ എടുക്കാം. ഒരുപാട് കണ്ടാലും മതിയില്ല. അത്രയ്ക്കും വിസിറ്റിങ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൈസൂർ പാലസ്.